നമസ്കാരം, ന്യൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഏതായാലും നമ്മൾ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹം മത്സരിക്കുമ്പോഴും ജയിലിൽ കിടന്നപ്പോഴൊക്കെ നമ്മൾ എല്ലാ തരത്തിലുമുള്ള പിന്തുണ അറിയിച്ചിരുന്നതാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഏതായാലും സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് ഈ സംഭവം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ മാത്രമല്ല, ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവം കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാണ്. അതുപോലെ സാധാരണഗതിക്ക് എല്ലാവരോടും അകലം പാലിച്ച് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങളെ കാണുന്നൊരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. നമ്മൾ പ്രത്യേകിച്ച് എല്ലാവരും നമുക്കത് വലിയ തിരിച്ചടിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇയാളെ വിശ്വസിക്കുകയും ഇയാൾ പ്രഗത്ഭനാണെന്ന് കരുതി പിന്തുണയ്ക്കുകയും ചെയ്ത ഒരാളാണ്. ഇയാൾ ജയിലിൽ കിടന്ന ഒരുപക്ഷെ പോയി കണ്ട അപൂർവ മാധ്യമ പ്രവർത്തകൻ ഞാൻ ആരെയെങ്കിലും ജയിലിൽ പോയി കണ്ടിട്ടുണ്ട് ഇയാളെ മാത്രമാണ്. അതെന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഇപ്പൊ ഇയാൾ ആദ്യം ഒരു നിലപാട്, എന്തുകൊണ്ടാണ് ഇയാൾ അന്ന് പിന്തുണയ്ക്കാൻ തീരുമാനം, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ നിലപാട് പറയാം. ഇപ്പൊ ലാസ്റ്റ് സ്റ്റേജ്, ഇപ്പൊ എനിക്ക് ഒരു സഹതാപവും അയാളോടില്ല. എനിക്ക് ഞാൻ ഒരു ആനുകൂല്യം കൈപ്പറ്റിയിട്ടില്ലാത്തത് കൊണ്ട്, നമ്മളൊരു ആനുകൂല്യം കൈപ്പറ്റിയിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഒരു സഹതാപവും ഇല്ല. ഇതുവരെ അയാളെ ചതിക്കപ്പെട്ടതാണെന്നോ അല്ലെങ്കിൽ ഇത് കെട്ടുകഥയാണെന്നോ അല്ലെങ്കിൽ മനഃപൂർവ്വം CPM-കാരുടെ ഒരു കെണിയാണെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അയാൾ ഇങ്ങനെയാണ് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ബോധ്യപ്പെടും. സ്വന്തം രാഷ്ട്രീയ ജീവിതത്തിൽ ഉയരാൻ വേണ്ടി അയാൾ ഉപയോഗിച്ച സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെ അയാൾക്ക് തിരിച്ചടിയായി. ഇവിടെ നമ്മുടെ രണ്ടു കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചത് എന്തുകൊണ്ടാണ്? ആദ്യം കണ്ടത് അതെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ മാത്രമായിരുന്നു. ഇവിടെ കോൺഗ്രസിന് ഇല്ലാത്ത ഒരു കഴിവ് ഈ സോഷ്യൽ മീഡിയയിലെ അവരുടെ ഒരു ഹൈലൈറ്റാണ്. CPM-നും BJP-ക്കും ഉണ്ട്, കോൺഗ്രസിന് ഒട്ടുമില്ല. പല നേതാക്കളും മൊബൈൽ പോലും എന്തിനാണെന്ന് അറിയാൻ പാടില്ലാത്തവരാണ്. അതായത് കോൺഗ്രസിനും CPM-നും BJP-ക്കും ഈ ഇസ്ലാമിക പൊളിറ്റിക്സ് ഉപയോഗിക്കുന്നവർക്ക് അവർക്കാണ് ഏറ്റവും കൂടുതൽ. ഈ ലെഫ്റ്റ് പൊളിറ്റിക്സുകാർക്കാണ് കൂടുതൽ, മറ്റവർക്കുമുണ്ട്. രണ്ടാമത് CPM-ന്, മൂന്നാമത് BJP-ക്ക്. ഇങ്ങനെയാണ്. കോൺഗ്രസ്സുകാർക്ക് ഇപ്പോഴും സോഷ്യൽ മീഡിയയുടെ സ്കോപ്പ് അറിയത്തില്ല. ഈ സോഷ്യൽ മീഡിയയുടെ സ്കോപ്പിലൂടെ ഇങ്ങോട്ട് കോൺഗ്രസ് ശ്രദ്ധിക്കപ്പെട്ട അപൂർവം ആളുകളിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരാൾ VT ബൽറാമാണ്. പക്ഷെ VT ബൽറാം പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ VT ബൽറാമിനെ ഇതുപോലെ തന്നെ രാഹുലിനെ പിന്തുണച്ചിരുന്ന പോലെ തന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാര്യമായി പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം VT ബൽറാം ചില മതരാഷ്ട്രീയത്തിൻ്റെ അടിമയായി മാറിപ്പോയി. അദ്ദേഹത്തിൻ്റെ മതരാഷ്ട്രീയത്തിൻ്റെ ഞാൻ VT ബൽറാമിനെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം ഒരു മതേതരനാണ്, അദ്ദേഹം തികഞ്ഞ ജനാധിപത്യ വിശ്വാസിയാണ്. പക്ഷെ അദ്ദേഹം ചില മതരാഷ്ട്രീയ കെട്ടുപാടിൽ കുടുങ്ങിപ്പോയി. തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയായിരിക്കാം ഒരുപക്ഷെ. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നോക്കുന്നത്, എന്നെ പോലീസിൽ കേസെടുത്തപ്പം, എനിക്കെതിരെ കള്ളക്കേസെടുത്തപ്പം എനിക്ക് വേണ്ടി പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നമ്മളെ തള്ളിപ്പറഞ്ഞ അപൂർവം കോൺഗ്രസ്സുകാരുടെ ഒരാളാണ് ഈ VT ബൽറാം. TN പ്രതാപനെ, മുരളീധരനൊക്കെ ആയിരുന്നു. അപ്പോൾ അത് വിട്ടു. രാഹുലിനെ നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണം, രാഹുൽ കൃത്യമായിട്ട് ഈ ചാനൽ ചർച്ചയിലാണെങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റിലാണെങ്കിലും കൃത്യമായി മറുപടി പറയും. CPM-കാരെ വായടപ്പിക്കും, ഇവന്മാരുടെ കള്ളത്തരങ്ങൾ തുറന്നു കാണിക്കും. അല്ല, പഴയ കാര്യങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് കോറിലേറ്റ് ആക്കി കഴിയുമായിരുന്നു കാര്യം പറയുമ്പോൾ. അതേ രീതിയിൽ അതേ ആംഗിൾ ചർച്ച കൊണ്ടുപോകാനും കോൺഗ്രസിനെ ശരിക്കും നല്ല കൃത്യമായി കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അത് കോൺഗ്രസിന് ഇല്ലാതിരുന്ന സൈബർ ഇടത്തിലൊരു എഡ്ജ് ഉണ്ടാക്കി കൊടുത്ത അയാളാണ്. അയാളുടെ കൃത്യമായ ഒരു ഷാർപ്പായിട്ടുള്ള അറ്റാക്ക് CPM-ന് വല്ലാതെ വെള്ളം കുടിപ്പിച്ചു. അപ്പം അതുകൊണ്ട് CPM-നെതിരെ, ഈ വൃത്തികേടുകൾക്കെതിരെ, അവരുടെ ഈ സൈബർ ഗുണ്ടായുസത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ആളെ നമ്മൾ അയാളെ പിന്തുണച്ചു. അത് മാത്രം നമുക്ക് അയാളെ പിന്തുണ. അയാളുടെ ഒരു സാധാരണക്കാർക്കിടയിലേക്കുള്ള സ്വാധീനം വർദ്ധിച്ചു. നമ്മുടെ പിന്തുണ മാത്രമല്ല, അല്ലാതെ വർദ്ധിച്ചു. അയാളുടെ കാര്യബോധവും വിവരമുള്ള ആളാണ്. അങ്ങനെ അയാൾ പെട്ടെന്ന് യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റായി. ഈ മറ്റു പല, ഇപ്പം JS അഖിൽ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തൊരു പയ്യനുണ്ട്, കടക്കൂട്ടത്തുള്ള മിടുക്കൻ പയ്യനാണ്. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുമെന്ന് കരുതിയിരുന്ന JS അഖിൽ തന്നെയാണ്, മിടുക്കനാണ്. അപ്പോൾ അഭിജിത്ത്, ഇങ്ങനെയുള്ള ഗ്രൗണ്ട് ലെവലിൽ പണിയെടുത്ത് വന്ന പല യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും പുറത്ത് മാറ്റി നിർത്തിക്കൊണ്ട് രാഹുൽ കയറി വരാൻ കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഹൈപ്പും അയാളുടെ ആ ഒരു ക്ലാരിറ്റിയുമാണ്. മാത്രമല്ല, അതിബുദ്ധിമാനായ അയാൾ ഷാഫിയുടെ സ്വന്തമായി മാറി. കാരണം യൂത്ത് കോൺഗ്രസിനെ കൺട്രോൾ ചെയ്യുന്ന ശക്തി ഷാഫി തന്നെയാണ്. ഷാഫിയാണ്. ഞാൻ പറഞ്ഞത്, ഉമ്മൻചാണ്ടി എങ്ങനെയായിരുന്നു കോൺഗ്രസിനെ ഒരു ഘട്ടത്തിൽ നിയന്ത്രിച്ചിരുന്നത്, അല്ലെങ്കിൽ കരുണാകരൻ എങ്ങനെയായിരുന്നു കോൺഗ്രസിനെ ഒരു ഘട്ടത്തിൽ നിയന്ത്രിച്ചിരുന്നത്, ഇതേ തരത്തിൽ യൂത്ത് കോൺഗ്രസ് നിയന്ത്രിക്കാനുള്ള ശേഷി ഷാഫിക്കുണ്ട്. ഷാഫി കേരളം കണ്ട ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരൻ ഒരാളാണ്. നാളെ ഒരുപക്ഷെ കേരള മുഖ്യമന്ത്രി ആവാൻ പോലും സാധ്യതയുള്ള പറഞ്ഞിരുന്ന ഒരാളാണ്.
അത്രയും ബുദ്ധിപരം. അപ്പോൾ ഷാഫിയുടെ വലങ്കൈയായി, ഷാഫിയുടെ നോമിനിയായി രാഹുൽ മാങ്കടത്തിൽ വരികയാണ്. നമ്മുടെ പുഷുണ്ട്, ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലായാലും ഷാർപ്പായിട്ടുള്ള ഇടപെടലുണ്ട്, ചാനലിലും മറ്റും ഇടപെടലുണ്ട്. ഷാഫിയുടെ പിന്തുണ കൂടെ ആയതോടുകൂടി സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആവുന്നു. അപ്പോൾ ഇതുവരെയുള്ള എപ്പിസോഡിൽ നമുക്കൊരു പങ്കുണ്ട്, മഹാനാണെന്ന് കരുതി. നമ്മളെങ്ങനെ അറിയും? ചോദ്യം ഇതാണ്, നമ്മളെങ്ങനെ അറിയും ഇയാൾ പെണ്ണുപിടിയാണ്? നമ്മളെന്നല്ല, ലോകം തന്നെ അറിയുന്നത് ഇപ്പോഴാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട്, ആരോപണങ്ങളുണ്ട്. അപ്പം എങ്ങനെ അറിയും ഇയാൾ പെണ്ണുപിടിയാണ്? അപ്പം അതേസമയം ഇയാൾക്കെതിരെ കഴിഞ്ഞ കുറേ കാലമായി ആരോപണങ്ങൾ വരുന്നു. ഈ ആരോപണങ്ങൾ പലതും ഞാൻ കേട്ടു. ഞാൻ നമ്മുടെ വടയാർ സെന്റിലുമായി കാര്യത്തിൽ വടയാർ എനിക്കെതിരെ എനിക്ക് പോസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് വടയാർ. അപ്പൊ വടയാറിനോട് രാജൻ ജോസഫിനോട് ഞാൻ ഇതിന്റെ പേരിൽ പറയുന്നുണ്ട്, ഇന്നത്തെ ഗുസ്തി പിടിച്ചിട്ടുണ്ട്. അപ്പൊ അവരോടൊക്കെ ഞാൻ ചോദിച്ചൊരു ഒറ്റ ചോദ്യം, അത് എൻ്റെ പോളിസി, അതിൽ എനിക്ക് യാതൊരു കുറ്റബോധവുമില്ല. ഞാൻ ചോദിച്ചത്, നിങ്ങൾ പറയുന്നു ഒരു ചാനൽ അവതാരികയെ ഗർഭിണിയാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇതായിരുന്നു അന്നത്തെ വാർത്ത. ഈ ഗർഭിണിയാക്കി നിങ്ങൾ ചാനലിന്റെ പേര് പറയുന്നുണ്ട്, ഏഷ്യാനെറ്റ് എന്ന് പറയുന്നുണ്ട്, ഏഷ്യാനെറ്റ് ഒതുക്കി എന്ന് പറയുന്നുണ്ട്. ഇതിന് എന്ത് എവിഡൻസ് ആണ്? ഏതെങ്കിലും ചാനൽ അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടോ? അവതാരിക പറഞ്ഞിട്ടുണ്ടോ? പരാതിയുണ്ടോ? എവിഡൻസ് ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഒന്നുമില്ലാതെ ഒരാളെ കുറിച്ച് പറയുന്നതോട് ഞാൻ അന്നും ഇപ്പോൾ എനിക്കതൊരു റിഗ്രറ്റുമില്ല ആ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതിൽ. കാരണം ഇപ്പോൾ പോലും ശ്രദ്ധിക്കണം, ഇവര് എന്താ പറയുന്നത്, എന്താ പൊട്ടക്കണ്ണന്റെ കല്ലേറ് പോലായിരുന്നുള്ള കാര്യം ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ഈ ഓഡിയോ ക്ലിപ്പിന്റെ ഉടമ ഏഷ്യാനെറ്റ് വർക്ക് ചെയ്യുന്നതല്ല, അത് വേറെ ആളാണ്, വേറെ ചാനൽ വർക്ക് ചെയ്യുന്നതാണ്. ചാനലിന്റെ പേര് പറയുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, പല പെണ്ണുങ്ങൾ കാണണം ഇയാൾ ഗർഭചിത്രം നടത്തിയിരിക്കുന്നത്, അങ്ങനെ വരാം. അതെ, ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന മാധ്യമപ്രവർത്തകയാണ്. അവർ ഏഷ്യാനെറ്റ് വർക്ക് ചെയ്യുന്നതല്ല, ഏഷ്യാനെറ്റോട് ഒരു ബന്ധവുമില്ല, നമുക്കൊക്കെ അറിയാവുന്ന ആളാണ്. അപ്പോൾ ആ സ്ത്രീ സംസാരിച്ചത് നമ്മൾ കേട്ടു. അപ്പൊ അവരുടെ കുഞ്ഞിന് ഇയാൾ ജന്മം കൊടുത്തിട്ട് അവസാനം അത് അവരുടെ ജീവന് പോലും ആപത്താവുന്ന തരത്തിൽ ഗർഭചിത്രം നടത്തി എന്നതാണ് ഇപ്പോഴത്തെ ഓഡിയോ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഈ രാജൻ ജോസഫും അടയാർ സുനിലും ഒക്കെ പറഞ്ഞ് ശരിയാണെങ്കിൽ ആ ഏഷ്യാനെറ്റിലും കാണും അങ്ങനെ ഒരാൾ. പണ്ട് ഞാൻ കണ്ണുടച്ച് നിഷേധിക്കായിരുന്നു, ഇപ്പൊ ചിലപ്പോൾ അവിടെയും കാണാം, എല്ലായിടത്തും കാണാം നമുക്ക്. കാരണം ഇന്ന് മറ്റൊരു ചാനലിലെ മാധ്യമപ്രവർത്തകരോട് ഞാൻ സംസാരിച്ചു, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവര് പറഞ്ഞു 5-6 തവണ പഞ്ചാര അടിക്കാൻ ശ്രമിച്ചു, കാളവാല് പൊക്കുന്ന കണ്ടപ്പോഴേ അപകടം മനസ്സിലായ കാരണം പോയില്ല പറഞ്ഞു. ഇന്ന് എന്നെ കാണാൻ വന്ന മറ്റൊരു പ്രമുഖൻ എന്നോട് പറഞ്ഞത്, വളരെ സുഹൃത്താണ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത സുഹൃത്താണ്. അയാൾ എന്നോട് പറഞ്ഞത്, ഇയാൾക്ക് പണ്ടേ അറിയായിരുന്നു ഇവൻ്റെ കയ്യിലിരിപ്പെന്നാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? അവ എൻ്റെ സുഹൃത്തല്ലേ, ഞാൻ എങ്ങനെ പറയുന്നതെന്ന്. അല്ല, അതാണ് പലരുടെയും പ്രശ്നം. മാധ്യമ രംഗത്ത് എപ്പോഴും നമ്മൾ നേരിടുന്ന പ്രശ്നം അതാണ്. നമുക്ക് തന്നെ അറിയാം പലരെ കുറിച്ചും, പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ആരുടെ നിന്നും. അപ്പം രാജ്മോഹൻ ഇപ്പോൾ ബോധ്യമായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ഒരു ഓഡിയോ ക്ലിപ്പും പുറത്തു വന്നു, ഇതിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാളൊരു പെൺവേട്ടക്കാരനാണെന്നാണ്. നമ്മുടെ കേരളീയ സമൂഹം, ഇന്ത്യൻ സമൂഹം, കേരളീയ സമൂഹത്തെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പൊതുരംഗത്തുള്ളൊരു മനുഷ്യൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ പോലും ഒരു പരിധി വരെ അവരങ്ങ് ക്ഷമിക്കുവാണെങ്കിൽ, പക്ഷേ അയാൾ ഇത്തരത്തിലുള്ള സ്ത്രീലംബടനാണ് അല്ലെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവനാണ് എന്നുള്ള ഒരു കാര്യം പുറത്തു വന്നു കഴിഞ്ഞാൽ കേരളീയ ജനസമൂഹം ഒരിക്കലും പിന്നെ അയാൾ ഇനി എന്തൊക്കെ നല്ല ചെയ്താലും അംഗീകരിക്കില്ല. എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം കേരളത്തിലെ ഏറ്റവും അധികം, ഞാൻ 2 കേസുകൾ പറയാം. കേരളത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ പെൺവേട്ടക്കാരൻ ആരാന്നറിയാമോ? രാഷ്ട്രീയക്കാരൻ ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാർ എത്രയോ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ വെളി വന്നിട്ടുണ്ട്. ഗണേഷിനെ ഇന്നും പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണ്, പത്തനാപുരംകാർക്കും ഇഷ്ടമാണ്. മണ്ഡലം പോയി നോക്കിയാൽ നമുക്കറിയാം, പത്തനാപുരം മണ്ഡലം ചെന്ന് കണ്ടാൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ജയിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഗണേശിന് ഒരു പെണ്ണിന് രംഗത്ത് വന്നിട്ടില്ല, ഭാര്യ ഒഴികെ. അതൊരു കാര്യമാണ്, അതൊരു പ്രധാന ഘടകമാണ്. അതായത് അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയോ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് തോറ്റില്ലേ? 2006 അദ്ദേഹം പരാജയപ്പെട്ടു പോയി. അല്ല, ഇന്ന് കുഞ്ഞാലിക്കുട്ടിയെ ഏറ്റവും പവർഫുൾ അല്ലേ? അതെ. അന്ന് എനിക്കൊന്ന് ആരായിരുന്നു ഒരു നിയമസഭാ കമ്മിറ്റി, സാവിത്രി ലക്ഷ്മണായിരുന്നു തോന്നുന്നു, അവരും ഗൗരിയമ്മയായിരുന്നു തോന്നുന്നു, ഉണ്ടായിരുന്ന 2 സ്ത്രീകളടക്കമുള്ളവർ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഞാൻ വായിച്ചതാണ്. അന്ന് ഏതാണ്ട് ഒരു 20-25 കൊല്ലം മുമ്പാണ്. അന്ന് ആ റിപ്പോർട്ടിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിക്ക് ഒരേ സമയം 2 പെണ്ണുങ്ങൾ വേണമായിരുന്നെന്നാണ്. 2 ഒരു പെണ്ണ് പറ്റത്തില്ലായിരുന്നാണ് അന്നത്തെ റിപ്പോർട്ട് എഴുതി വെച്ചിരുന്നത്. അപ്പം പക്ഷേ കുഞ്ഞാലിക്കുട്ടി എന്തെങ്കിലും സംഭവിച്ചോ? കുഞ്ഞാലിക്കുട്ടി ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പെൺ വിഷയമല്ല, നേരെ മറിച്ച് സത്യസന്ധതയില്ലായ്മയാണ് ഈ കാര്യങ്ങൾ. ചില കാര്യങ്ങള് ഞാൻ ചോദിക്കുന്നത് രാജ്മോഹൻ, പെണ്ണുങ്ങളോട് ബന്ധമായിക്കോട്ടെ. ഇപ്പം ഗണേഷ് കുമാറിന് പെൺബന്ധമുണ്ട്, വേടൊരു പെൺബന്ധമുണ്ട്. അല്ല, ഇവരാരും സമൂഹത്തിൽ ഞങ്ങൾ സദാചാരികളാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. അവിടെയാണ് സിനിമയിൽ ഒരുപാട് പേരുണ്ടല്ലോ ഇത്തരത്തിൽ അവർ പറയുന്നുണ്ട്, എന്റെ ജീവിതം ഇതാണ് ഞാൻ. NN പിള്ള
അദ്ദേഹത്തിന്റെ ആത്മകഥ വായിക്കണം, ഞാൻ എന്നുള്ളത്. അത് വായിച്ചിരിക്കണം, വായിച്ചില്ലെങ്കിൽ കേട്ടോ. അന്ന് അദ്ദേഹത്തിന്റെ മകൻ കുട്ടേട്ടൻ വിജയരാഘവൻ എന്നോട് പറഞ്ഞത് ഈ ആത്മകഥ വന്നു. അപ്പം നമുക്കൊക്കെ ഒരു ചമ്മല, കാരണം അപ്പന്റെ അവിഹിതത്തിന്റെ കഥ എഴുതി വെച്ചിരിക്കുക മലേഷ്യയിൽ വന്നിരിക്കുക. അപ്പൊ അമ്മ പറഞ്ഞെന്ന്, അമ്മ പറഞ്ഞു ചുമ്മാ തള്ളാന്ന് പറഞ്ഞത്. അപ്പൊ ഈ വിജയരാഘവൻ പറഞ്ഞത് അമ്മയുടെ ഒരു വിശ്വാസമേ, അപ്പന്റെ മേലുള്ള അമ്മയുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ. അത് തിലകൻ അദ്ദേഹം പറയാം, എന്റെ സ്വകാര്യ ജീവിതം അത് എന്റെ ഇഷ്ടമാണ് അദ്ദേഹം പറയുമായിരുന്നു. എത്രയോ പേര് അല്ല, അവിടെയാണ് നമ്മളിപ്പം വിനായകൻ പെൺവിഷയത്തിൽ വളരെ മോശമാണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പം ഇയാളെന്നെ ചീത്ത വിളിക്കുന്നതിൻ്റെ പേര്, കാരണം അയാളെ എന്ത് പറഞ്ഞാലും ചീത്ത വിളിക്കും. എന്തായാലും വേടൻ മോശക്കാരനാണ്. കാരണം ഞാൻ വേടൻ്റെ കേസ് അന്വേഷിച്ചു. വേടനെ ഭയങ്കര രസമാണ് വേടൻ്റെ കഥ. ഇപ്പം ഇപ്പോഴാണ് വേടത്തിന് ഫെയിം ആവുന്നത്. അതായത് ഈ സർക്കാർ കേസെടുത്തപ്പോൾ ഇത്രയും ഫെയിമായി. അതിന് മുമ്പ് അത്യാവശ്യം ഫെയിമായി. ഇതിന് മുമ്പ് വേടൻ എവിടെയെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടോ എന്ന് നടന്നിരുന്ന ആളാണ്. പക്ഷെ അന്നും വേടൻ്റെ ചിന്ത മനുഷ്യൻ്റെ ശരീരം മണ്ണാണ്, അത് ആ മണ്ണിൽ അലിയേണ്ടതാണ്, അതുകൊണ്ട് ജീവിതം ആസ്വദിക്കുക എന്നതാണ്. കഞ്ചാവും പെണ്ണും അരാജക ജീവിതവും ലഹരിയും ഒക്കെ അതിജീവിച്ചിട്ടുള്ള ആളാണ്. അപ്പം അവരിലേക്ക് ആകർഷിക്കപ്പെടുന്ന സ്ത്രീകളെ ആസ്വദിക്കാൻ ശ്രമിക്കുന്നത്, ആ സ്ത്രീകൾ ആരെങ്കിലും അവർ കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ്. പക്ഷേ രാഷ്ട്രീയക്കാരൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം വേടനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്തിൻ്റെ പേരില്ല? കലയുടെ പേരിലാണ്. അവൻ്റെ കലയുടെ പേരില്ല. വിനായകനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവൻ്റെ അഭിനയത്തിൻ്റെ പേരിലാണ്. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവൻ വ്യക്തി എന്ന നിലയിൽ കൂടിയാണ്. അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. എല്ലാ കാലത്തും രാഷ്ട്രീയക്കാർ. ഉദാഹരണത്തിന് പി ടി ചാക്കോയുടെ സംഭവത്തിൽ നമുക്ക് ആ ഉദാഹരണം തന്നെ എടുക്കാം. പി ടി ചാക്കോയെ കുറിച്ച് കെ.സി. ജോൺ സാർ, ടൈംസ് ഓഫ് ഇന്ത്യയുടെ അത് ഞങ്ങളെ കോഴ്സ് ഡയറക്ടർ അദ്ദേഹമായിരുന്നു. ഞാൻ പ്ലസ് 5 പഠിക്കുന്നു. അത് ഞങ്ങളടുത്ത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പഠിപ്പിച്ച ഞങ്ങൾ ഡയറക്ടർ അദ്ദേഹമായിരുന്നു സാറേ. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, ഞാനിത് ഒരിക്കലും വിശ്വസിക്കുകയില്ല പി ടി ചാക്കോയുടെ പേരിൽ ആയിരുന്നു. കാരണം അത്രത്തോളം മാന്യനായിരുന്നു അദ്ദേഹം. ഇവിടുന്ന് ഭൂപരിഷ്കരണ ബില്ലിൻ്റെ ഡ്രാഫ്റ്റിംഗ് കഴിഞ്ഞ് നല്ല ക്ഷണമുണ്ടായിരുന്നു. പീച്ചിക്ക് പോകായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞിട്ടാണ് പോയതെന്ന് പറഞ്ഞു. അദ്ദേഹം പീച്ചിക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടിപ്പെട്ട യാതൊരു സഹപ്രവർത്തക സ്ത്രീ കാണുമ്പോൾ അദ്ദേഹം ലിഫ്റ്റ് കൊടുത്താണ് ശരിക്കും പറഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ സംഭവിച്ചത് ഈ കാറ് എന്ന് നേരെ ഒരു ഉന്തുവണ്ടിയിൽ ഇടിക്കുകയും പിന്നെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ടും ചെയ്തു. അത് മറച്ചു വയ്ക്കാനോ ഓടാമെന്ന് അദ്ദേഹം ശ്രമിച്ചതുമില്ല. പക്ഷേ അന്നത്തെ കാലം ആയതുകൊണ്ട് അദ്ദേഹം രാജിവെക്കേണ്ടത്. കാരണം അന്ന് ഒരുപക്ഷെ ആദ്യമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരാളുടെതിരെ ഇത്തരത്തിൽ ആരോപണം വരുന്നത്. രാജിവെച്ചു. അച്ഛനെ പറയാമെന്ന് ഒരുപാട് അഭ്യൂഹങ്ങൾ വരുന്നു. ഇത് ആരായിരുന്നു ഈ സ്ത്രീ എന്നുള്ളതിനെക്കുറിച്ച്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്രിസ്ത്യാനി ആയതുകൊണ്ട് അവർ പൊട്ടിടില്ല. ഈ സ്ത്രീ വലിയൊരു പൊട്ടിട്ടിരുന്നു എന്നുള്ളതാണ് പലരും പറഞ്ഞിരുന്നൊരു കാര്യം. അപ്പോൾ അന്ന് ജീവിച്ചിരുന്ന ഒരു പ്രമുഖ സംഗീതജ്ഞയെക്കുറിച്ച് പോലും ആരോപണം വന്നിരുന്നു എന്നാണ്. അവരാണ് ഇന്നത്തെ പോലെ മൊബൈലില്ലല്ലോ, ഒന്നുമില്ല, ആൾക്കറിയില്ല ഇത് ആരാണെന്നുള്ളത്. മാത്രമല്ല ഈ അന്ന് അസംബ്ലിയിൽ പ്രഹ്ലാദൻ ഗോപാലൻ എന്ന് പറഞ്ഞിട്ട് ഒരു MLA ഉണ്ടായിരുന്നു, കോൺഗ്രസ് MLA. ഇയാൾ പറഞ്ഞ് ഇന്നലെ സ്വപ്നത്തിൽ വന്ന് ഗാന്ധി എൻ്റെ അടുത്ത് പറഞ്ഞു ഇയാളെ കൊണ്ട് രാജിവെപ്പിക്കാൻ നിരാഹാരം കിടക്കണമെന്ന് പറഞ്ഞ് നിയമസഭയുടെ മുന്നിൽ നിരാഹാരം കൂടാൻ കിടന്നു. സ്വന്തം പാർട്ടിക്കാരനാണ്. പിന്നെ പി ടി ചാക്കോ അന്തസ്സുള്ള മനുഷ്യനാണ്. അദ്ദേഹം അപ്പോൾ തന്നെ രാജിച്ചു. പക്ഷേ അതേ കാലം പിന്നെ ജീവിച്ചിരുന്നില്ല എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. ഹൃദയം തറന്നായിരിക്കും ആ മനുഷ്യൻ മരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ചെറിയ പ്രായത്തിൽ തന്നെ 46-47 വയസ്സിലേ ഉള്ളൂ. ഫോട്ടോ അദ്ദേഹത്തിന് 10-15 വയസ്സെന്ന് തോന്നും. പക്ഷേ 50 താഴെയുള്ള അദ്ദേഹത്തിന് ഇത്ര മിടുക്കനായ ആൾ. കാരണം ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവ്. 57 പ്രതിപക്ഷ നേതാവായിരുന്ന അദ്ദേഹമാണ് EMSന്റെ മന്ത്രിസഭ കാലത്ത്. അപ്പം സ്വാഭാവികമായി 60 അദ്ദേഹം മുഖ്യമന്ത്രി ആവേണ്ടിരുന്ന ഒരാളാണ്. ശങ്കറായി പട്ടമാനുള്ള മാറ്റിയിട്ട് ശങ്കറായി. അപ്പോൾ ഇവിടെ ഈ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ നമ്മൾ തിരിച്ചറിയുന്നു, കുഴപ്പക്കാരനാകുന്നു, രാജിവെക്കുന്നു. ഇനിയും 2-3 പ്രശ്നങ്ങൾ ബാക്കിയുണ്ട്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുപിടിയനാണെന്നും ഇയാൾക്ക് പല പെണ്ണുങ്ങളോട് ബന്ധമുണ്ടെന്നും ഈ കോൺഗ്രസ്സുകാർക്ക് എല്ലാം അറിയായിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പം ഈ ഇന്നും പ്രത്യക്ഷപ്പെട്ട നടി പറഞ്ഞത് മുതിർന്ന നേതാക്കൾ 3 വർഷമായിട്ട് ഈ സംഭവം ഉണ്ടെന്നാണ് പറഞ്ഞത്. 3 വർഷമായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മുതിർന്ന നേതാക്കളോട് പരാതിപ്പെട്ടെന്നാണ് പറഞ്ഞത്. ഉയർന്നു വന്ന എല്ലാ പരാതികളും രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ഒരു 3-4 വർഷമായി ഈ വീരനായിരുന്നു എന്ന കാര്യം ബോധ്യമായിട്ടുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയത്? എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിൽ MLA ആയത് എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ കോൺഗ്രസ് പാർട്ടിയെ, പ്രത്യേകിച്ച് ഷാഫി പറമ്പിലിനെ, VD സതീശിനെ കുറ്റപ്പെടുന്നത്. VD സതീശിനെ രാഹുലിനെ ഒരുപാട് പിന്തുണച്ച ആളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പയ്യൻ ഡോക്ടർ സരിൻ ഇത് പറഞ്ഞ രാജിവെച്ച് പോയത് ഓർമ്മയുണ്ട്. CPM-കാരനായത് ഇവൻ കുഴപ്പക്കാരനാന്ന് പറഞ്ഞാണ്. അന്ന് എല്ലാവരും സരിനെ ചീത്ത വിളിച്ചു. അപ്പം എല്ലാവർക്കും അറിയാമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുപിടിയനാണെന്ന്, പെൺവേട്ടക്കാരനാണെന്ന്. അങ്ങനെ ഒരു പെൺവേട്ടക്കാരൻ കോൺഗ്രസിൽ വന്നാൽ ഒതുക്കി നിർത്തിക്കോട്ടെ, അയാളെ പിടിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കരുത് എന്ന് ഷാഫി
തിരിച്ചറിയണമായിരുന്നു. അപ്പം ഞാൻ ഈ പ്രതിസന്ധിയുടെ ഒന്നാം പ്രതിയായി കാണുന്നത് ഷാഫിയാണ്. തീർച്ചയായും ഷാഫി നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഷാഫി ഇത് ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതത് ഞാൻ ഇന്നിപ്പം നിരവധി യൂത്ത് കോൺഗ്രസ്സുകാരോട് സംസാരിച്ചു. ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്കൊക്കെയുള്ള ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് ഷാഫിയും രാഹുലൂടെ ഒരുമിച്ച് നിന്ന് ഒരു ഭാഗമായി നിന്ന് യൂത്ത് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്ത് ഈ കഷ്ടപ്പെടുന്ന തല്ലുകൊള്ളുന്ന പ്രവർത്തകരെയൊക്കെ ഒതുക്കിയതാണ് പറയുന്നത്. അത് നമ്മൾ കണ്ടിട്ടുള്ള എത്രയോ അഭിജിത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ല. ഇപ്പം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. ഈ ആളാരും എനിക്കറിയില്ല ഇത് ഈ കേരളത്തിന്റെ ഭാരവാഹി ആയവർ. അഭിജിത്ത് ഇവിടെ തന്നെ ഇല്ലേ? അഭിജിത്തിന് എന്തുകൊണ്ടാക്കിയില്ല? സ്വാഭാവിക ചോദ്യമാണ്. അപ്പോൾ കോൺഗ്രസിൽ എപ്പോഴും നമുക്കൊരു ഗോഡ് ഫാദർ ഉണ്ടെങ്കിലേ വളരാൻ പറ്റുള്ളൂ എന്ന് പണ്ട് പല കോൺഗ്രസ്സുകാരും പറയും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്. പക്ഷേ അത്തരം ഗോഡ് ഫാദർമാർ ഈ പാർട്ടിയെ നശിപ്പിക്കുന്നു. രണ്ടോളം പ്രതിപക്ഷം തരുന്ന മൂന്നാമതൊരു അവസരത്തിന് വേണ്ടി അവർ ഇത്രയും ശ്രമിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഷാഫി വേണ്ടിയില്ലല്ലോ, ഷാഫി കാണാനില്ലല്ലോ. ഇല്ല, ഷാഫി മുങ്ങിയില്ലേ? മുങ്ങി. കാരണം ഷാഫിയെ ഈ ഉത്തരവാദിത്വത്തിന് ഷാഫി ഒഴിഞ്ഞു മാറാൻ പറ്റുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നത്. കാരണം ഞാൻ ഈ സമയത്ത് പാലക്കാട് സീറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പല നേതാക്കളോട് സംസാരിച്ചിരുന്നു എന്താ സംഭവിക്കുന്നത്. അപ്പം ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞതാണ് പാലക്കാട് മത്സരിക്കാൻ പോകണ്ട, കാരണം രാഹുലിന് ആറന്മുള മത്സരിച്ചാൽ മതി, സ്വന്തം നാട്ടിൽ നിന്നാൽ മതി. രാഹുൽ അന്ന് എന്നോട് പറഞ്ഞു എനിക്കും താല്പര്യമില്ല. പക്ഷെ ഷാഫിയാണ് രാഹുലിനെ പിക്ക് ചെയ്ത് അവിടെ കൊണ്ടാക്കിയത്. സ്റ്റാൻഡ് ബൈ ആയിരിക്കും. തിരിച്ചു വരേണ്ടി വന്നാൽ ആയിരിക്കാം എം പി സ്ഥാനം വിട്ട് നിയമസഭയിൽ വരേണ്ടി വന്നാൽ രാജിച്ചു കൊടുക്കുമെന്ന് കരുതി ആയിരിക്കാം. അപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന ഷാഫി. അപ്പം ഇങ്ങനെയൊരു വിവാദ പശ്ചാത്തലമുള്ള ഒരാളെ, കാരണം ഒരു കാര്യം ഉറപ്പാണ്, ഈ പെണ്ണുങ്ങൾ ആദ്യം പരാതിപ്പെടുന്നത് ഷാഫിയുടെ അടുത്തായിരിക്കുമല്ലോ. അതെ, ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരാതി ഉണ്ടെങ്കിൽ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരാതിയുണ്ട്. വനിതാ 9 പരാതി ആയി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഹൈക്കമാൻഡിൽ അവർ പരാതി കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ പ്രതിപക്ഷ നേതാവിനും KPC പ്രസിഡന്റിനും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും കൊടുത്തു കാണുമല്ലോ. അപ്പം ഷാഫിക്ക് ഇതൊക്കെ അറിയാമായിട്ടും ഷാഫി എന്തിനാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് അയാളെ വെച്ചത്? ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇതൊക്കെ അറിയാമായിട്ടും ഇയാളെ കഷ്ടപ്പെട്ട് കൊണ്ടുപോയി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മത്സരിപ്പിച്ചത് എന്തിനാണ്? VD സതീശൻ ഉത്തരം പറയേണ്ടതാണ്. എന്തിനാണ് അങ്ങനെ മത്സരിപ്പിച്ചത്? പാലക്കാട് എത്രയോ നേതാക്കന്മാരുണ്ട്, ചെറുപ്പക്കാരായ എത്ര നേതാക്കന്മാർ, മിടുക്കന്മാരുണ്ട്. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ഇയാൾ തന്നെ ആയിരുന്നില്ല. പക്ഷേ ഇപ്പം കോൺഗ്രസ് നേരിടാൻ പോകുന്നൊരു പ്രതിസന്ധി, ഇപ്പം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഓക്കെ, നല്ല കാര്യം, രാജിവെച്ചത് നന്നായി. ഒരുപാട് വൈകിപ്പിക്കാതെ തന്നെ രാജിവെച്ചത് വളരെ നന്നായി. പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച അതേ കാരണം MLA സ്ഥാനം രാജിവെക്കാനും ബാധകമാണ്. മാത്രമല്ല ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടത് വലിയ പ്രശ്നം തന്നെയാണ്. ഇത് ഗുരുതര ഒരു ക്രിമിനൽ കേസിലേക്ക് പോകാൻ സാധ്യത ഉള്ളതാണ്. ക്രിമിനൽ കേസിലേക്ക് പോകണമെങ്കിൽ ആ പെൺകുട്ടി മൊഴി കൊടുക്കണം, പരാതി കൊടുക്കണം. പക്ഷെ അത് അത്ര ക്രിമിനൽ കേസിലേക്ക് പോകത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭചിത്രം നടത്തുന്നത് തന്നെ നിയമവിരുദ്ധം ഇവിടെ. അപ്പം ആ ഗർഭചിത്രം നടത്തിയെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആദ്യം എവിടെ നടത്തി, എന്ത് നടത്തി, പെണ്ണ് പരാതി കൊടുക്കണം, മൊഴി കൊടുക്കണം. ഇതിപ്പോഴും ഏത് പെണ്ണ എന്താ എങ്ങനെയാണെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ അവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഗർഭചിത്രം നടത്തിയ ആൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അവർക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. മാത്രമല്ല ഗർഭചിത്രം നടത്തിയ ഇരയായ പെൺകുട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്ന് മാത്രമല്ല ഗർഭചിത്രം കഴിഞ്ഞു പോയിട്ടു. ഇനിയിപ്പം ഇത് DNA ടെസ്റ്റ് നടത്തിയിട്ട് രാഹുലിൻ്റെ ആണെന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞില്ലേ? രാഹുൽ കൈ മലർത്തിയാൽ ഇത് എങ്ങനെ തെളിയിക്കും? അല്ലെങ്കിൽ ഈ ഗർഭചിത്രം നടത്താൻ രാഹുൽ ആശുപത്രി പോവുകയും അവിടെ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യണം, ഞാനാണ് അച്ഛനെന്ന്. ഒരിക്കലും പോകില്ലല്ലോ. അങ്ങനെ പോകത്തില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ രാഹുൽ അന്വേഷണം നടന്നാലും രാഹുൽ രക്ഷപ്പെടും. കാരണം രാഹുലിൻ്റെ ഗർഭമാണെന്ന്, ഒറിജിനൽ ഗർഭമാണെങ്കിൽ തെളിയിക്കാൻ പറ്റത്തില്ല. കാരണം ഒരാൾ ഗർഭിണിയായിരിക്കുമ്പോൾ DNA ടെസ്റ്റ് നടത്താം. ഇത് ഗർഭം അലസപ്പെടുന്ന സാഹചര്യത്തിൽ തെളിവില്ലല്ലോ, പിന്നെ തെളിവില്ല. അതുകൊണ്ട് നിയമപ്രശ്നത്തിലേക്ക് പോകത്തില്ല. എങ്കിൽ പോലും ഇതിങ്ങനെ കത്തി നിൽക്കും. കോൺഗ്രസ്സുകാരെ, CPMകാരെ, കോൺഗ്രസ്സുകാരെ കുറിച്ച് ഇപ്പം കോഴി എന്നുള്ള സാധനം, കോഴി മാങ്ങാണ്ടി എന്തെല്ലാം സാധനങ്ങളാണ് നടക്കുന്നത്. അല്ല, അത് മുതിർന്ന നേതാക്കൾ എപ്പോഴും ഒരു കണ്ണ് വെച്ചേക്കണം, വളർന്നു വരുന്നതെല്ലാം പറയില്ല. കാരണം അവരെ സ്വഭാവം നോക്കണം. ഒരിക്കൽ VP നായർ MP ആയിരുന്ന അദ്ദേഹം, പ്രമുഖനായ VP നായർ, അദ്ദേഹം ഒരിക്കൽ എഴുതിയിരുന്ന ഇവരൊക്കെ ആദ്യം വരെ ജയിച്ച് MPമാരെ ഡൽഹി ചെന്നപ്പോൾ, ഡൽഹിയിൽ എല്ലാവർക്കും ക്വാർട്ടേഴ്സൊക്കെ കിട്ടുമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ AKG മുതിർന്ന നേതാക്കൾ അപ്രതീക്ഷിത ഒരു ഫ്ലാറ്റിലെത്തുമായിരുന്നു. ഇവരെങ്ങനെയാണ് ജീവിക്കണമെന്ന് അറിയാം. മുൻകൂട്ടി പറയുന്നില്ല. കോളം ബെല്ലടിച്ച് വാല് തുറക്കുമ്പോഴായിരിക്കും നേതാവ് മുന്നിൽ നിൽക്കുന്നത്. വെറുതെ വന്നാണ് നിങ്ങളൊക്കെ വിശേഷ സൗകര്യം നോക്കാനാണെന്നൊക്കെ പറയുമ്പോൾ പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. പന്ന്യൻ രവീന്ദ്രന് ആരോ ഒരു വാച്ച് കൊണ്ട് കൊടുത്തു. പന്ന്യൻ രവീന്ദ്രന് മകനാന്ന് തോന്നുന്നു. മകനാണോ? മകനും കൊണ്ട് വാച്ച് കിട്ടി. വെളിയമ്പാർക്കും ചോദിച്ചു, തന്നാൻ ചോദിച്ചു. അപ്പം ഇന്നെ തന്നെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. അത് നമുക്ക് പറ്റിയ സാധനമല്ലെന്ന് പറഞ്ഞു.
CPI-യിലൊക്കെ അക്കാര്യം വെളിയോക്കുള്ള സമയത്ത് കർശനമാണത്. അത് പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറി അപ്പോൾ കർക്കശക്കാരല്ല അവർ നോക്കും. അവർ ചെറുപ്പക്കാരുടെ എല്ലാ പ്രവർത്തനങ്ങളും അവർ കൃത്യമായിട്ട് നോക്കുമായിരുന്നു. തെറ്റ് വന്നാൽ അവർ തിരുത്തി. അച്യുതമേനോൻ്റെ ഡയറി കുറിപ്പുകൾ കലാമതിൽ വന്നപ്പം നമ്മൾ അത് പുസ്തകമായെന്ന് എനിക്ക് അറിഞ്ഞില്ല, അത് ഒന്ന് വായിച്ചു നോക്കാനാണ് സത്യം പറഞ്ഞത്. അദ്ദേഹം പറയുന്നുണ്ട് ടി എ ജേക്കബിനെ കണ്ടുപിടിക്കും നമ്മുടെ ഇടതുപക്ഷത്തെ MLA-മാർ എത്ര കൃത്യമായി പഠിച്ച് കാര്യങ്ങൾ സഭയിൽ അവതരിപ്പിക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാരായ ഇടതുപക്ഷ MLA-മാർ കൂക്ക് വിളിക്കാനാണ് നിയമസഭയിൽ പോകുന്നതെന്ന് അദ്ദേഹം അവിടെ ആ ബുക്കിൽ ഒരു സംശയം. കോൺഗ്രസിലായിരുന്നു, ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ് ടി എ ജേക്കബ്. അസാധാരണ പ്രതിഭാശാലിയായിരുന്നു ടി എ ജേക്കബ്. അവിടെ പിന്നെ നിയമസഭ ലൈബ്രറി ഉണ്ടാകുന്ന നമ്മുടെ ഒരു സുഹൃത്ത് പറയുമായിരുന്നു, ജേക്കബിന്റെ കൈ തൊടാത്ത ഒരൊറ്റ പുസ്തകം ആ ലൈബ്രറിയിൽ ഇല്ല. എല്ലാ അല്ല, എനിക്ക് അനുഭവമുള്ള ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ആകാശവാണിയുടെ പ്രഭാതവേദിക്ക് വേണ്ടിയിട്ട് ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടി ചെല്ലുവാണ്. ആകാശവാണി 10-20 കൊല്ലം മുമ്പ്, 20-25 കൊല്ലം മുമ്പ് ഞാൻ ഫോണിൽ വിളിച്ചു, ജേക്കബിനോട് വരണമെന്ന് പറഞ്ഞു. ജേക്കബ് എന്നോട് ഇനി ടൈം ചെല്ലാൻ പറഞ്ഞു. നമ്മളന്ന് ബസ്സാണല്ലോ, നമ്മളൊക്കെ ബസ് കയറി നേരത്തെ ആയിരുന്നു. ഞാൻ ജേക്കബിൻ്റെ വീട്ടിൻ്റെ വാതിൽക്ക് ഇരിക്കുമ്പോൾ ജേക്കബ് വരുന്ന, അതായത് പറഞ്ഞ സമയത്ത് തന്നെ വന്ന ഉടൻ തന്നെ ജേക്കബ് അവിടെ വിളിച്ച് പറയുന്നത് ഈ ആകാശവാണിയുടെ സാധനത്തിന് വേണ്ടിയിട്ടുള്ള പേപ്പറിങ് എടുക്കാനാണ് പറയുന്നത്. ഞാൻ അവിടെ ഇരിപ്പുണ്ട്. ജേക്കബിനെ എന്നെ അറിയത്തില്ലല്ലോ, നമ്മളാദ്യം ചെല്ലുമല്ലോ, എന്നെ അറിയത്തില്ലല്ലോ. ആ കൃത്യം ആ പേപ്പർ അവിടെ നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാനാണെന്ന് പറഞ്ഞത് പ്രത്യക്ഷപ്പെട്ടത്. ആണോ, വന്നായിരുന്നു, നേരത്തെ വന്നായിരുന്നു ചോദിച്ചിട്ട് കറക്റ്റ് ഉത്തരം പറഞ്ഞു. അതായത് പറയുന്ന കാര്യത്തിൽ ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനല്ല, ഓരോരുത്തരും താൻ തന്നെ രാജാവെന്ന നിലയിലാണ്. അല്ല, ഈ ചെറുപ്പക്കാരെ എത്രയോ നല്ല പാർലമെന്ററിമാരെ മറന്നു വന്ന് എത്രയോ പേരുണ്ട്. അത് 3 നേതാക്കളും കൂടെ നോക്കിയിട്ടാണ് അവർ എത്ര ഈ ഷാഫിയൊക്കെ തന്നെ ആ ചെറുപ്പത്തിലെ വന്നിട്ട് അവർ നന്നായിട്ട് അസംബ്ലി തുടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അന്നത്തെ കാലത്ത്. അന്ന് ഇവരൊന്നും പേര് താരണം വന്നതുമില്ലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കവേ അദ്ദേഹത്തിന് അവിടെ സീറ്റ് കൊടുത്തതും ഈ ഉന്നത പദവിയിലേക്ക് കൊണ്ടുവന്നതും കോൺഗ്രസ് പണി ചോദിച്ചു വാങ്ങിയ തുല്യമാണ്. കാരണം ഈ ഒരു വിവാദം അങ്ങ് നീണ്ടു നിന്ന് ആ MLA സ്ഥാനം രാജിവെക്കേണ്ടി വന്നാൽ പാലക്കാട് എന്ത് സംഭവിക്കും? അവിടെ ബൈലക്ഷൻ നടക്കൂലായിരിക്കും. പക്ഷേ അടുത്ത നിയമസഭയ്ക്ക് 8 മാസമേ ഉള്ളൂ ഇനി. അത്രേ ഉള്ളൂ. അതാണ് 8 മാസമേ ഉള്ളൂ. അല്ല, 8 മാസം. ആ നിയമസഭയിൽ ഇയാൾ പോയി ഇനി മത്സരിക്കുമ്പോൾ അയാൾ അവിടെ ജയിക്കുന്ന ഉറപ്പെന്താണുള്ളത്? എനിക്ക് കോൺഗ്രസിന് ഇയാൾ മത്സരിപ്പിക്കുന്നതിനകത്ത് സംശയമാണ്. ഇത്തരത്തിലുള്ള ഇത്രയും വലിയൊരു അവാദം ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? വിൻസെന്റ് അങ്ങനെ ആയിട്ടും MLA ആയി. പക്ഷെ എന്നാലും അത്ര എളുപ്പമല്ല. വിൻസെന്റിനെ സംബന്ധിച്ച് അദ്ദേഹം നാട്ടുകാരനാണ്. അദ്ദേഹത്തിന് അവിടെ നല്ലൊരു സ്വാധീനമുള്ള ആളാണ്. ഈ പിന്നെ രാഹുലിനെ അപേക്ഷിച്ച് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അവിടെ BJPക്ക് അക്കൗണ്ട് തുറക്കുന്ന സാഹചര്യം ഉണ്ടാവും. അല്ല, അതാണ് അവിടെ സംഭവിക്കാൻ വന്നു. മാത്രമല്ല അവിടെ പ്രതിഷേധിക്കാൻ ഇറങ്ങി ആദ്യം BJP പിന്നെ വന്നുള്ളൂ. എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രതിഷേധം മഹിളാ മോർച്ചയുടെ കണ്ടായിരുന്നു. കോഴികളെ കൊണ്ടുപോയി അവർ പോയി. അടിപൊളി പ്രതിഷേധമായിരുന്നു. കോഴികളെ കൊണ്ട് പ്രതിഷേധം. എന്തായാലും നമ്മുടെ ഈ വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ പക്ഷേ രാവിലെ ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഇന്ന് രാവിലെ എൻ്റെ ഒരു വീഡിയോ, ഒരു 20 മിനിറ്റ് വീഡിയോ ഉണ്ടായിരുന്നു, ഈ സംഭവങ്ങൾ മുഴുവൻ വിശദീകരിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഭാഗികമായി രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചിരുന്നു. അപ്പം ഞാൻ എൻ്റെ കമൻറ്റ് നോക്കാൻ പോയില്ല, ആളുകൾ തെറിയായിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ അതിൽ ഞാനിപ്പോഴും കുറ്റബോധം അതിൻ്റെ അകത്ത് എനിക്കില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ്, പെണ്ണുപിടിയനാണ്, പെൺവേട്ടക്കാരനാണ് എന്ന് എനിക്ക് ബോധ്യമാവുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായ ശബ്ദരേഖ പുറത്തു വന്നപ്പോഴാണ്. അത് ആ പെൺകുട്ടിയോടുള്ള സംസാരം. ഇനി ആ ശബ്ദരേഖ വ്യാജമാണെന്ന് പറഞ്ഞാൽ ഞാൻ തിരുത്താൻ തയ്യാറുമാണ്. അതുവരെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നലെ നമ്മൾ റീന ആ ഒരു നടി രംഗത്ത് വരുന്നത്, അത് ജോർജ് ജോസഫിൻ്റെ മകളാണ്. വളരെ പക്വതയിലോട് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞതിന് അവിശ്വസിക്കേണ്ട സാഹചര്യമൊന്നും ഇല്ല എന്ന് വരുമ്പോഴും ഒരു കാര്യം സംശയമുണ്ടാക്കി, എന്തുകൊണ്ട് പേര് പറയുന്നില്ല? അവർ പേര് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു നേട്ടത്തിൻ്റെ ക്രെഡിറ്റ് അവർക്ക് കിട്ടുമായിരുന്നു. അവരെന്തുകൊണ്ട് പേര് പറഞ്ഞില്ല? അപ്പോൾ അവർ പറയുന്ന ന്യായം മറുഭാഗത്ത് വളരെ ശക്തരാണ്, അവരെ പൊതിഞ്ഞു നിൽക്കുന്നത് അതിനേക്കാൾ ശക്തരാണ്, എനിക്ക് അവരോട് നേരിട്ട് ഒറ്റമുട്ടാൻ. പക്ഷെ ആ വാദത്തിന് ഒരു ന്യായവുമില്ല. കാരണം ഇത് ഏറ്റുമുട്ടലാണ്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയാതെ. കാരണം ഞാനിത് അബ്ജോദ് ഇന്ന് രാവിലെ ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടിയോട്, നിങ്ങളെല്ലാ യുവ നേതാക്കളെയും സംശയമനിൽ നിർത്തുകയാണോ? അപ്പോൾ അവൾ പറഞ്ഞു അല്ല, ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഹൂ കെയേഴ്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഹൂ കെയേഴ്സ് ഞാൻ പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് വിവാദത്തിലായ ഇതെല്ലാം ഇയാളല്ലേ? എന്ന് വെച്ചാൽ ബോധപൂർവം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയാതെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ഈ പെൺകുട്ടി സ്ഥാപിക്കാൻ ശ്രമിച്ചു. അവിടെ എനിക്ക് സംശയമുണ്ട്, ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്. കാരണം ഒന്നാ പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾക്ക് ചാറ്റിട്ടു, മെസ്സേജ് അയച്ചു എന്നൊക്കെ പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് സകലരും അറിയണമെന്നാണ് അവർ ആഗ്രഹിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് പേര് പറയാതിരിക്കുന്നത് ഒരു പക്ഷേ അവരുടെ എവിഡൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാവും. അവർക്ക് ഇത് ടേക്കപ്പ് ചെയ്യാനുള്ള
ഒരു ആഗ്രഹമില്ലാത്തതുകൊണ്ടാവും എന്ന് എനിക്ക് തോന്നി. അവിടെയാണ് മാത്രം കഴിഞ്ഞ ദിവസം വേറെ ഒരു കാര്യം പുറത്തു വന്നിരുന്നത്, ഇയാൾക്ക് വളരെ തന്ത്രപൂർവ്വം ഇത്തരം സന്ദേശങ്ങൾ അയക്കാൻ അറിയാമായിരുന്നു എന്നാണ്. അത് എനിക്ക് ഡിലീറ്റ് ചെയ്യാനും ചെയ്തതാണെന്ന് പറഞ്ഞത്. ഇയാൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇയാൾക്ക് നല്ല വിദഗ്ധനായിരുന്നു എന്നാണ്. അല്ല, ഈ പെൺകുട്ടിയുടെ മൊഴി ഞാൻ കേട്ടു. മനോരമയിൽ നിന്ന് ചോദിച്ചപ്പം ആ പെൺകുട്ടി പറഞ്ഞത് തെളിവുകൾ എങ്ങനെ ഉണ്ടാവും, കാരണം ഇയാൾ ചാറ്റ് ഇട്ടാൽ അത് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. ഇയാൾ വീഡിയോ കോൾ വന്നാൽ അയാൾ ഇരുട്ടത്ത് നിൽക്കും. ഇയാൾ ഞാൻ ചോദിക്കുന്നത് രാജ്മോഹൻ, അവിടെയാണ് എനിക്ക് ആ പെൺകുട്ടിയുടെ വിശ്വാസം നഷ്ടപ്പെട്ടത്. അങ്ങനെയാണ് ആരെക്കുറിച്ചും പറയത്തില്ല രാജ്മോഹൻ. ഒരു പെൺകുട്ടി എന്നെക്കുറിച്ച് പറയാണ്, ഷാജൻ സ്കറിയ എന്നെ വീഡിയോ കോൾ ചെയ്ത് ശല്യം ചെയ്തു, ഷാജൻ സ്കറിയ എനിക്ക് ചാറ്റ് ഇട്ടു, പക്ഷേ ഇതെനിക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല, ഷാജൻ സ്കറിയാണെന്ന് തെളിയിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചും പറയത്തില്ലേ? അവിടെ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ രാഹുലിനെ പിന്തുണച്ചത്. കാരണം ഒരു പൊതുപ്രവർത്തകൻ ഊഹാപോഹങ്ങളുടെ പുകമറയ്ക്കുള്ളിൽ നിൽക്കാൻ പാടില്ല, അത് ശരിയല്ല. കാരണം ഒരു മനുഷ്യനെക്കുറിച്ചും നമുക്ക് കൃത്യം തെളിവില്ലാതെ പറയരുത് എന്ന കാര്യത്തിൽ എനിക്ക് നിർബന്ധമാണ്. അത് ഇപ്പം ഏറ്റവും ഒടുവിൽ ജോമോൻ പുത്തമ്പരിക്കൽ ഇന്നലെ എന്നെ കോൺടാക്ട് ചെയ്തു. ഈ ജോമോൻ പുത്തങ്കരയ്ക്കൽ കള്ളനാണെന്നും ഇയാൾ പലയിടത്തും സാമ്പത്തികമായി പറ്റിയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ ഒരു വക്കീലുണ്ടായിരുന്നല്ലോ, ഒരു താടിയൊക്കെ നീട്ടി, ഒരു ഈ അഭയ കേസിൽ എക്സ് വർഗീസ് ഈ ജോമോൻ പുത്തമ്പരക്കലിനെതിരെ കലാകൗമുദിയിൽ ഇന്റർവ്യൂ കൊടുക്കുന്നു. PM വിനോകുമാറാണ് ഇന്റർവ്യൂ എടുത്ത് അന്ന് അതിന്റെ വിചാരണ പൂർത്തിയായിട്ട് കഴിഞ്ഞ ദിവസം ശിക്ഷ വന്നു. 6 മാസം തടവിന് വിധിച്ചു എക്സ് വർഗീസിനെയും വിനോകുമാറിന് ശിക്ഷ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ സുഹൃത്താണ്. അപ്പം അതായത് നമ്മളൊരു കാര്യം പറയും, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരോടെങ്കിലും പണം വാങ്ങിയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കാറുണ്ട്. ബാക്കിയൊന്നും ഇപ്പം എന്നെ സംഘിയാണ്, കുങ്ങിയാണ്, വൃത്തികെട്ടവനാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്ന് ഞാൻ ആരോടെങ്കിലും പണം വാങ്ങി എന്ന് പറഞ്ഞാൽ ബാക്കി എന്നെ വിമർശിക്കാം, എന്തും പറയാം, പക്ഷെ ഞാൻ പണം വാങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ വിടില്ല. ഇപ്പം പത്തനംതിട്ടക്കാരൊരു സാമിന് മൊത്തം പേര് ഞാൻ പറഞ്ഞു, സാം തോട്ടത്തിൽ പത്തനംതിട്ടക്കാരൊരു പയ്യൻ. അവൻ ഒരിക്കൽ എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ പോസ്റ്റിൻ്റെ വർഷങ്ങൾക്ക് മുമ്പാണ് ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ നിങ്ങൾ വലിയ പുണ്യാളൊന്നും കളിക്കണ്ട, തിരുവനന്തപുരത്തൊരു ഹോട്ടലിൽ വെച്ച് ഡൽഹിയിൽ നിന്ന് വന്ന ഒരു BJPയുടെ നേതാവ് നിങ്ങൾക്ക് പണം തന്നതിന് ഞാൻ സാക്ഷിയാണെന്ന് പോസ്റ്റ് ഇട്ടു. അവൻ BJPക്കാരനായിരുന്നു, പിന്നീട് CPM കാരനായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ ഏത് നേതാവാണ്, ഏത് ഹോട്ടലാണ്, നിങ്ങൾ ഇവിടെ തന്നെ പറഞ്ഞോളൂ, കൂടുതൽ എന്നെക്കൊണ്ട് പറയിപ്പിക്കും, നിങ്ങൾക്ക് നാണക്കേട്. ഞാൻ പറഞ്ഞു, ഒരു നാണക്കേടും എനിക്കില്ല, നിങ്ങൾ പരസ്യമായി പറഞ്ഞില്ല. ഞാൻ കേസ് കൊടുത്തു. കാരണം പണം കൈപ്പറ്റിയെന്ന് പറഞ്ഞാൽ സഹിക്കേണ്ട കാര്യമില്ല. ഇപ്പം അയാൾ ഇതുവരെ സമരസ് കൈപ്പറ്റില്ല, വാറണ്ടാവും. വിദേശത്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാട്ടിൽ വന്നിറങ്ങി അയാളെ അറസ്റ്റ് ചെയ്യും, കാരണം നോൺ ബെയിലബിൾ വാറണ്ടാണ്. ചുമ്മാ തട്ടിവിടുകയാണ്. അതുപോലെ ഇമാരെല്ലാം പേര് ഞാൻ മറന്നു പോവാം. ഈ മലബാറിലുള്ള ഒരു പയ്യൻ, ഒരു പേര് ഞാൻ മറന്നുപോയി, ഒരു CPM കാരനാണ്, ഒരു പേര് പറഞ്ഞു, മുസ്ലിം പയ്യനാണ്, ഒരു പേര് ഞാൻ മറന്നുപോയി. ആ പയ്യൻ ഇതുപോലെ തന്നെ ഞാൻ 3 പെണ്ണുങ്ങളെ പീഡിപ്പിച്ചെന്ന് വാർത്ത ചെയ്തു. ഞാൻ കേസ് കൊടുത്തു. അവന് നോൺ ബെയിലബിൾ വാറണ്ടാണ്, അവൻ്റെ പേര് ഞാൻ മറന്നു, എന്തായാലും ആയിക്കോട്ടെ. അപ്പം ഇതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്നതിന് ഒരു എവിഡൻസും ഇല്ലാതെ വാർത്ത വരികയും രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുകയും ചെയ്ത് നമ്മൾ പെട്ടുപോകും. അപ്പം അതുകൊണ്ട് മാത്രമാണ് അത് കൊടുക്കാതിരുന്നത്. പക്ഷെ ഇന്ന് ആ പെൺകുട്ടി ആദ്യം രംഗത്ത് വരുമ്പോൾ, ഈ റിനി എന്ന് പറയുന്ന നടി ആദ്യം രംഗത്ത് വരുമ്പോൾ ആദ്യത്തെ വിശ്വാസ്യതയായി. എന്നാൽ പോലും പൂർണ്ണ വിശ്വാസ്യതയില്ല, കാരണം പേര് പറയുന്നില്ല, വീണ്ടും രാഹുലിന്റെ പേര് പറയുന്നില്ല. എല്ലാവരും രാഹുലിന്റെ പേര് പറഞ്ഞു. അപ്പം രാഹുലാണെന്ന് എല്ലാവരും അറിയണം, രാഹുലിനെ എല്ലാവരും വിചാരണ ചെയ്യണം. എന്നാൽ രാഹുലാണെന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് കൈ ഒഴിയണം എന്ന ലക്ഷ്യത്തോടെ പറഞ്ഞതാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസിൽ ഭിന്നതയുണ്ട്, ഈ രാഹുലിനെ കണ്ടുകൂടാത്ത ഒരുപാട് വലിയ ശതമാനം പേരുണ്ട്. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് അവരുടെ കൈ സംശയിക്കാം. എന്നാൽ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതോടെ ഇതിനു മുമ്പ് വന്ന ആരോപണങ്ങൾ ഒക്കെ ശരിയാണെന്ന് വിശ്വസിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ഘട്ടം, രാഹുലിൻ്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നത് വരെ എനിക്ക് രാഹുലിൻ്റെ വിശ്വാസമായിരുന്നു. ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതോടുകൂടി രാഹുലിനെ കുറിച്ച് പറഞ്ഞ നമ്മൾ അങ്ങനെയാണ്. അതായത് ഒരു മോഷണം നടത്തുന്നതിനെ പിടിച്ചാൽ പോലീസ് ആ നാട്ടിലെ മുഴുവൻ മോഷണം വെക്കും, ഇല്ലേ? അതെ, തലയ്ക്ക് വയ്ക്കും. അപ്പോൾ ഈ ഒരു ഇത് വന്നതോടുകൂടി ഈ പറഞ്ഞൊക്കെ വിശ്വസിക്കേണ്ട സാഹചര്യമാണ്. കോൺഗ്രസ്സുകാർ
ഇത് വല്ലാത്തൊരവസ്ഥയിലാണ്. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന് അവസ്ഥ കഷ്ടമായിരിക്കും. ഇപ്പൊ തന്നെ അവർ പാർട്ടി പുനഃസംഘടനയോ DC ഒന്നും നടത്താൻ കഴിയാത്തൊരവസ്ഥയിലാണ്. തെരഞ്ഞെടുപ്പ് വന്ന് പടിവാതിക്കൽ നിൽക്കുന്ന സമയത്ത് പോലും അതിനിടയിൽ കൂനുമേ കുരു പോലെ ഈ സംഭവം കൂടെ വന്നിരിക്കുന്നത്. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ നേതാക്കന്മാരെ കൃത്യമായിട്ട് പ്രത്യേക യുവ നേതാക്കന്മാരെ വിലയിരുത്തുക, നിരീക്ഷിക്കുക തന്നെ വേണം. അവരുടെ പ്രവർത്തനങ്ങളെ ഒന്ന് നോക്കി കണ്ട് പ്രശ്നം ഉണ്ടെങ്കിൽ മാറ്റി നിർത്തുക തന്നെ ചെയ്യണം. അതല്ലെങ്കിൽ പാർട്ടിക്ക് നിലനിൽപ്പില്ലാതാവും കേരളം. രാജ്ഭവൻ ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം ഉണ്ടാവുമ്പോൾ അത് അന്വേഷിക്കാനുള്ള സമ്പ്രദായം പാർട്ടിക്കകത്തുണ്ടാവണം. അത് മുതിർന്ന നേതാവാണെങ്കിലും ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ NCPയുടെ നേതാവ് മന്ത്രി ശശീന്ദ്രൻ, ഇയാളെക്കുറിച്ച് ചെറുപ്പം മുതൽ ഇത്തരം പേര് ദോഷമുണ്ടായി. ബസ്സിലിരുന്നുകൊണ്ട് പെണ്ണുങ്ങളെ തോണ്ടുവായിരുന്നു ഇത്ര ഇയാൾ രംഗത്ത് വന്നതാണ്. ഇയാൾ ആ മംഗളം പത്രത്തിൻ്റെ ലേഖികയെ, മംഗളം ചാനലിലെ ലേഖികയോടെ ഇയാൾ സംസാരിച്ച് നമ്മൾ കേട്ടതാണ്. എന്തൊരു ആ വയസ്സാം കാലത്ത് എന്തോ ഒരു വൃത്തികേടാനാണ് പറഞ്ഞത്. ഇതൊന്നും ഞാൻ പറഞ്ഞ ഇപ്പോഴും ഈ CPMകാർ ബഹളം വയ്ക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഈ ശശീന്ദ്രൻ മന്ത്രിയായിരിക്കുമ്പോൾ ഈ വൃത്തികേടും അശ്ലീലവും ഒരു പെണ്ണിനെ വിളിച്ച് പറഞ്ഞ് തെളിഞ്ഞതാണ്. ഇത് ശശീന്ദ്രൻ രാജിവെച്ചോ? ശശീന്ദ്രന്റെ പാർട്ടി പറഞ്ഞിട്ട് ശശീന്ദ്രൻ രാജിവെച്ചോ? അതുകൊണ്ട് CPMകാർക്ക് ഒരു വിശ്വാസ്യതയില്ല ഇത്തരം കാര്യം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ് നമ്മളെ എല്ലാം നിരാശപ്പെടുത്തി. എനിക്ക് ഏറ്റവും കൂടുതൽ നിരാശയുള്ള ഒരാൾ ഞാനാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ആവുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചു. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ സന്തോഷം ഉണ്ട്, പറയാതിരിക്കാൻ പറ്റത്തില്ല. രാഹുൽ മാങ്കൂട്ടം നമ്മൾ അളവില്ലാതെ പിന്തുണച്ചതാണ്. MLA ആയതിനു ശേഷം അയാളുടെ സ്വഭാവം മാറി. എനിക്ക് 2 അനുഭവമുണ്ട്. ഒന്ന്, അയാൾ വിജയത്തിന് ശേഷം ഒരു തവണ പോലും എന്നെ വിളിച്ച് നന്ദി പറഞ്ഞു. VD സതീശൻ പോലും വിളിച്ചു. കാരണം ഇലക്ഷനിൽ നമ്മൾ രാഹുലിനെ വല്ലാതെ പിന്തുണച്ചതാണ്. VD സതീശൻ പോലും വിളിച്ചു. ഇയാൾ എന്നെ ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല. അതിനുശേഷം ഏറെ വൈകാതാണ് എന്നെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നത്. വീട്ടിൽ പിടിച്ചു. കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ പാർട്ടിയിലെ നേതാക്കളെ, രാജീവ് ചന്ദ്രശേഖർ മുതൽ രമേശ് ചെന്നിത്തല വരെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും എന്നെ ടെലിഫോണിൽ വിളിച്ചു. എന്ത് സംഭവിച്ചറിയാം? ഇയാൾ എന്നെ വിളിച്ചില്ല. ഈ 2 വിഷയങ്ങളും ഇയാൾ ഈ എന്നെ പോലീസ് പിടിച്ചോണ്ട് പോയിട്ട് പോലും ഇയാളെന്നെ തിരിച്ചു വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് പോലും തേച്ചു ഞാൻ വീഡിയോ ചെയ്തു. ഇയാൾ എന്നെ വിളിച്ചില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണ്? ഇയാൾ സ്വന്തം കാര്യം മാത്രമല്ല, മറ്റൊരു ഇൻസിഡൻറ്റ് കൂടിയുണ്ട്. ഈ UK-യിലൊരു പ്രവാസി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഒരു ഷൈനു ക്ലെയർ മാത്യൂസ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്താണ്, ഇവിടെ വന്നിട്ടുണ്ട്. ഷൈനു ഒരു ദിവസം തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഷൈനു രാഹുലിനെ കാണാൻ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, എന്നെ കാണാൻ വരുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യുക, എൻ്റെ വീട്ടിലോട്ട് വരൂ, രാഹുലിനോട് അങ്ങോട്ട് വരാൻ പറയാമെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു, അവളും പറഞ്ഞ് വരാമെന്ന് പറഞ്ഞു. ഇയാൾ മുങ്ങി. ഇയാൾ ഫോണേ എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ എപ്പോഴാണ് വിളിക്കുന്നറിയാമോ? ഈ മറ്റേ ഗർഭക്കേസ് ഉണ്ടാകുമ്പോഴാണ്, ഗർഭക്കേസുണ്ട്. അന്ന് ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടാ ഞാൻ അന്ന് ഒരുപാട് നേരം വിളിച്ചു, ചേട്ടൻ എടുത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇയാൾക്കൊരു അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരുന്നു എന്ന് എനിക്കും തോന്നിയിരുന്നു. അപ്പം ഈ അഹങ്കാരത്തിനൊരു ചെറിയ പണി കിട്ടണേ എന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വലിയ പണി ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും ഉയർച്ച ഉണ്ടാവുകയും അതേപടി താഴെ വീഴുകയും ചെയ്ത കേരള രാഷ്ട്രീയത്തിലെ പുള്ളി മാത്രമേ അത്രയും വലിയ പണി വേണ്ട. എനിക്ക് ഞാൻ പറഞ്ഞത് വലിയ ഭാവിയുള്ള പ്രാഗൽഭ്യമുള്ള മിടുക്കനായ നേതാവാണ്. പണി ഇച്ചിരി കൂടിപ്പോയി. CPM എന്തായാലും വളരെ സന്തോഷം. സൈബർ ഇടങ്ങളിൽ ഇവർ ഇത്രയും കാര്യം, ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ അശ്ലീലമാണ്. CPM സൈബറുകാരുടെ ഏറ്റവും വലിയ ആനന്ദം ഒന്ന് അശ്ലീലം. അവരിത് കാണുമ്പോഴും എഴുതുമ്പോഴും ഇവരൊരു തരം ഈ ലൈംഗിക സുഖം, രതിസുഖം അനുഭവിക്കും. സന്ദേശത്തിൽ കുമാറുള്ള സാർ പറയുമ്പോൾ അങ്ങനെയാണ് ഈ CPM സൈബർ ഇടങ്ങളിൽ ഇവർക്ക് ഈ ഒരാളുടെ പെണ്ണ് കേസിനെ കുറിച്ച് പറയുമ്പോൾ പോലും ഒരുതരം സുഖം അനുഭവിക്കും ഇവർ. അപ്പോൾ അവർക്ക് ആ ഒരു നിർവൃതിയുടെ ദിനങ്ങളാണ് ഇനി അവർ ആഘോഷിക്കുക. അലറി വിളിച്ച CPMന്റെ സോഷ്യൽ മീഡിയ കാണാൻ അലറി വിളിച്ചാണ് അവരെ. കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാഷിന്റെ കത്തും ഇതിലങ്ങ് മുങ്ങി. അതെ, എല്ലാം മുങ്ങി. എന്തായാലും CPM CPMന് ഷാഫി മുങ്ങി, രാഹുൽ തീർന്നു. പറയാതിരിക്കുന്ന നിവൃത്തിയിൽ. എന്തായാലും എല്ലാ രാഷ്ട്രീയക്കാർക്കും പ്രത്യേകിച്ച് പാഠമായിരിക്കണം. നന്ദി, നമസ്കാരം.